ഹലോ ഡേസ്, എൻ്റെ ഒരു സാംസങ് ഫോൺ ഉണ്ടായിരുന്നു S22 Ultra. ബാങ്കോക്ക് പോയപ്പോൾ കടൽ വെള്ളത്തിൽ വീണ് സംഭവം കംപ്ലയിൻ്റ് ആയതുകൊണ്ട് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടായിരുന്നു അത് പോയിട്ട് വന്നതിൻ്റെ. അപ്പോൾ അതിൽ ഒരുപാട് പേര് സങ്കടം പറഞ്ഞു, ഫോൺ പോയല്ലോ, കുറേ കണ്ടൻറ്റ് മിസ്സായല്ലോ എന്നുകൊണ്ട്. എനിക്കും വളരെ സങ്കടമായിപ്പോയി. അവിടെ എടുത്തുകൊണ്ട് കുറേ കണ്ടൻറ്റൊക്കെ മിസ്സായി. അപ്പോൾ അത് നേരെയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പാലക്കാടുള്ള സാംസങ്ങിൻ്റെ സർവീസ് സെൻ്ററിൽ കൊണ്ടുപോയി കൊടുത്തു. അപ്പോൾ അവർ തുറന്ന് നോക്കിയിട്ട് ഡെഡായി. പിന്നെ മദർ ബോർഡ് മാറ്റണം, ഡിസ്പ്ലേ മാറ്റണം, അതിൻ്റെ ചാർജിങ് പോർഷൻ അതങ്ങനെ മാറ്റണം. അങ്ങനെ മൊത്തം ഡിസ്പ്ലേക്ക് തന്നെ 25,000, പിന്നെ അത് 35,000, അങ്ങനെ മൊത്തം 70,000 അടുത്ത് ബഡ്ജറ്റ് വരും. ഇനി അത് മാറ്റിയിട്ട് നിങ്ങൾക്ക് അതൊരു കാര്യമില്ല, പുറത്ത് എവിടെയെങ്കിലും കൊടുത്ത് കൊണ്ടുപോയി നോക്കിക്കോളൂ പറഞ്ഞിട്ട് തന്നയച്ചു. അവർ കൈമലത്തി. അപ്പോൾ എനിക്കത് വിടാനുള്ള മനസ്സിലാത്ത കാരണം കൊണ്ട് നമ്മൾ കൊഞ്ഞമ്പറി കൊണ്ടുവന്നിട്ട് നമ്മൾ IMTC കണ്ട് മൊബൈലുണ്ട് ബസ് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റ്. അപ്പോൾ അവിടെ കൊടുത്തിട്ട് ആളതിനെ ബോർഡിനൊക്കെ ക്ലീൻ ചെയ്ത് റെഡിയാക്കിയപ്പോൾ ഫോൺ ഓണായി. ഡിസ്പ്ലേ മാത്രമാണ് പ്രശ്നം, ഡിസ്പ്ലേ മാറ്റിയാൽ സോൾവ് ആവും എന്ന് പറഞ്ഞിട്ട് പുള്ളി തന്നു. അത് നോക്കിയപ്പോൾ ഫോൺ ചാർജ് ആവുന്നുണ്ട്, പിന്നെ സൗണ്ടുകളൊക്കെ വരുന്നുണ്ട്, പക്ഷേ ഡിസ്പ്ലേ ഒന്നും കാണുന്നില്ല. അപ്പോൾ എനിക്കത് ബോർഡ് ഓണായ സ്ഥിതിക്ക് കമ്പ്യൂട്ടറിൽ കുത്തിയിട്ട് നമുക്ക് കണ്ടന്റ് എടുക്കാമെന്ന് വിചാരിച്ചാൽ ഈ സ്ക്രീൻ അൺലോക്ക് ചെയ്യാണ്ട് കമ്പ്യൂട്ടറിൽ സിസ്റ്റത്തിൽ അതിൻ്റെ സേവിങ്സ് ഒന്നും കാണിക്കാത്തതുകൊണ്ട് അതും പ്രശ്നമായിപ്പോയി. പിന്നെ സങ്കട സീനായിട്ട് ഞാൻ കോയമ്പത്തൂരും കൊണ്ടുപോയി ട്രൈ ചെയ്ത് നോക്കി. ഒരു ചത്ത ബോർഡിൻ്റെ ഡിസ്പ്ലേ എടുത്ത് വെച്ച് നോക്കി, അപ്പോഴും അത് നടന്നില്ല. പിന്നെ ഞാൻ പാലക്കാട് നമ്മുടെ നൂർജഹാൻ GB റോഡിലുള്ള നൂർജഹാൻ്റെ സൈഡിൽ പോക്കറ്റ് റോഡിൽ ഒരു ഡിക്സൺ പറഞ്ഞിട്ട് ഒരു മൊബൈൽ ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെ എൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ട് അവൻ കൊണ്ടുപോയി കൊടുത്തപ്പോൾ അവർ ഒരു 11,500 രൂപയ്ക്ക് അത് റെഡിയാക്കി തരാമെന്ന് പറഞ്ഞു. ഡിസ്പ്ലേ മാറ്റിയിട്ട് ഒറിജിനലല്ല, കോപ്പിയാണ്, വർക്ക് ചെയ്യുമെന്ന് പറഞ്ഞു. ശരി, അത് നമ്മൾ ട്രൈ ചെയ്ത് നോക്കാമല്ലോ. വർക്ക് ചെയ്തിട്ട് ഒരാഴ്ച നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ, ഒരാഴ്ച വரைക്കും വാറണ്ടി തരാമെന്നും പറഞ്ഞു. ഞാൻ അങ്ങനെ ആ സാധനം കൊടുത്തിട്ട് ഡിസ്പ്ലേ മാറ്റി. സംഭവത്തിന് ഞാൻ ഉഷാറാക്കി. എനിക്കതിൽ ഞാൻ അന്ന് എങ്ങനെ ഫോൺ ഉണ്ടായിരുന്നോ അതേപോലെ അതിൽ കണ്ടൻറ്റ് സോഫ്റ്റ്വെയർ എല്ലാം അതേപോലെ തന്നെ എനിക്ക് തിരിച്ചു കിട്ടി. അപ്പോൾ അതിൽ മദർ ബോർഡിനൊന്നും പ്രശ്നമില്ല, ചാർജിങ് വർക്ക് ചെയ്യുന്നുണ്ട്, സിം വർക്ക് ചെയ്യുന്നുണ്ട്, എല്ലാം പെർഫെക്റ്റ് ഓക്കെ. ഡിസ്പ്ലേ മാത്രം മാറ്റിയപ്പോൾ ഓക്കെ ആയി. അപ്പോൾ ഞാൻ പറയാൻ വന്നത്, നമ്മൾ ഒരിടത്ത് പോയിട്ട് ഒരു കാര്യത്തിൽ അന്തിമ തീരുമാനമാണെന്ന് നമ്മൾ വിധി എഴുതാൻ പറ്റില്ല. ഏതിനും ഒരു ഡെഡ് എൻഡ് ഇല്ല, ഒരു ട്രൈ ഉണ്ട്, എല്ലാത്തിനും ഒരു ട്രൈ ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ പറഞ്ഞത്. അപ്പോൾ ഈ സാംസങ് സർവീസ് സെൻ്ററിൽ പോയി നടക്കാത്തത് പാലക്കാടുള്ള ഒരു സാധാരണ മൊബൈൽ ഷോപ്പിൽ എനിക്ക് നടന്നു. എനിക്ക് സഹായിച്ച ഈ IMTCക്കും കോയമ്പത്തൂർ കൊടുത്ത് നമ്മുടെ ഒരു മുത്തു പറഞ്ഞിട്ടൊരു പയ്യനുണ്ട്, അയാൾക്കും നമ്മുടെ ഡിക്സണും വളരെയധികം താങ്ക്സ് ഈ വീഡിയോയിൽ ഞാൻ പറയാണ്. അപ്പോൾ എൻ്റെ കണ്ടൻറ്റൊക്കെ തിരിച്ചു കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനി വീഡിയോയിൽ ഇട്ടുകൊണ്ടിരിക്കും. നിങ്ങളൊക്കെ കണ്ടു തന്നെ തീരണം.